Hello dear friends, welcome back to our channel. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ്, പൊട്ടറ്റോ സ്മൈലി. ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ്. പുഴുങ്ങിയതിന് ശേഷമാണ് ഞാനിവിടെ തോല് കളഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് കഷ്ണാക്കിയിട്ട് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പുഴുങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ ഉടച്ചെടുക്കുകയും ചെയ്യാം, പക്ഷേ അപ്പോൾ കട്ട ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്താലും മതി, കുഴപ്പമില്ല. ഇനി ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി. ഇത്ര സാധനങ്ങളെ ഇതിന് വേണ്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുത്താൽ മതി. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിത് ഈ റൗണ്ടാക്കി എടുക്കണം. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഈ സ്മൈലി കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും. ഇത്രയേ ഉള്ളൂ ഇത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പരത്തിയെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണിത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡും ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരാം. നമ്മുടെ പൊട്ടറ്റോ സ്മൈലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.